നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മനുഷ്യായുസിനെ കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. അസുഖത്തെക്കാൾ വേദന ഉണ്ടാക്കുന്നത് ഇതിന്റെ ഭാരിച്ച ചികിത്സാ ചിലവുകളാണ്. എന്നാൽ വെറും 100 രൂപ മാത്രം ചിലവ് വരുന്ന ഗുളിക കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന അവകാശവാദവുമായി വന്നിരിക്കുകയാണ് ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ സീനിയർ സർജനായ ഡോക്ടർ രാജേന്ദ്ര ബഡ്വ. ക്യാൻസർ അതിജീവിച്ചവർക്ക് വീണ്ടും രോഗം ബാധിക്കുന്നത് 30% പ്രതിരോധിക്കാൻ കഴിവുള്ള മരുന്ന് കണ്ടെത്തിയെന്ന് രാജ്യത്തെ മുൻനിര ക്യാൻസർ ചികിത്സാ ആശുപത്രിയായ മുംബൈ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഗവേഷകർ അറിയിച്ചു. റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവയുടെ പാർശ്വഫലങ്ങൾ പകുതിയായി കുറയ്ക്കുവാനും കഴിയും. 10 വർഷമെടുത്താണ് മരുന്ന് വികസിപ്പിച്ചതെന്നും ഗവേഷക സംഘത്തിലെ അംഗവും ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ സീനിയർ സർജനുമായ ഡോക്ടർ രാജേന്ദ്ര ബഡ്വ പറഞ്ഞു. ഏറ്റവും ചെലവ് കുറഞ്ഞ ക്യാൻസർ ചികിത്സയാണത്. വായ, ശ്വാസകോശം, പാൻക്രിയാസ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറിന് ഈ മരുന്ന് കൂടുതൽ ഫലപ്രദമാണ്. മരുന്ന് ഉപയോഗത്തിനുള്ള അനുമതിക്കായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അപേക്ഷിച്ചിട്ടുമുണ്ട്. 3 മാസത്തിനകം വിപണിയിൽ എത്തിക്കാമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ക്യാൻസറിന്റെ തിരിച്ചുവരവ് തടയുന്നതിനുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ ഏതാനും വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. മനുഷ്യരിലെ ക്യാൻസർ കോശങ്ങൾ എലികളിൽ കടത്തിവിട്ടായിരുന്നു പരീക്ഷണം. തുടർന്ന് കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും നടത്തിയതോടെ ക്യാൻസർ കോശങ്ങൾ നശിച്ച ക്രമാറ്റിൻ കണികകളായി മാറി. അവ രക്തത്തിലൂടെ ശരീരത്തിന്റെ മറ്റിടങ്ങളിലെ ആരോഗ്യപരമായ കോശങ്ങളിൽ പ്രവേശിക്കുകയും ക്യാൻസർ മാറുകയും ചെയ്തു. ഡോക്ടർ രാജേന്ദ്ര ബഡ്വ അങ്ങനെയാണ് ഈ പരീക്ഷണത്തെ കുറിച്ച് വ്യക്തമാക്കിയത്. കോശങ്ങളുടെ അമിതവും നിയന്ത്രണാതീതവുമായ വിഭജനമാണ് അർബുദം അഥവാ ക്യാൻസർ. കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം പ്രതിവർഷം 60,000 വരെ ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്തനാർബുദം ബാധിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. ICMRന്റെ നാഷണൽ ക്യാൻസർ രജിസ്ട്രേഷൻ പ്രോഗ്രാം പ്രകാരമുള്ള കണക്കുകളിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് സ്തനാർബുദമാണ്. രണ്ടാമതായി ശ്വാസകോശാർബുദവും. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് 100,000 സ്ത്രീകളിൽ 135 പേർക്ക് സ്തനാർബുദം എന്നായിരുന്നു ശരാശരി കണക്ക്. ഇപ്പോൾ അത് 150 ഉയർന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലകളിലും പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടും പദ്ധതി ഇതുവരെ നടപ്പിലായിട്ടുമില്ല. ക്യാൻസർ വന്നാൽ ജീവിതം നശിച്ചു പോയെന്ന് ജീവൻ തിരിച്ചു കിട്ടില്ല എന്നും സ്വയം പഴിച്ചു കഴിയുന്നവർക്ക് ചിലവ് കൊണ്ടും ചികിത്സ കൊണ്ടും ടാറ്റ മെമ്മോറിയൽ സെന്ററിന്റെ കണ്ടുപിടുത്തം വലിയൊരു ആശ്വാസം.